അങ്ങനെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും വരാത്തത് കേട്ടോ. ഇങ്ങനെ കാണിക്കാവേ. ബീഫ് ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. ബീഫ് കറിയാണ്. അവിടെ ബീഫ് കറിയായിട്ട് വേണ്ട, മക്കൾക്ക് വളർത്തിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി പോകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടും ലൈവിൽ വരാൻ പറ്റിയില്ല. നല്ല കറുത്തിട്ട് വേണമെന്ന് അവർക്ക് അങ്ങ് എന്താ പറയുക, പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ലൈവ് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ തിരക്കും കാര്യങ്ങളും, ദിവസം അടുക്കളയിൽ തിരക്കെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ലൈവ് വരാൻ പറ്റിയില്ല. അന്ന് ബീഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. നീ കുറച്ച് മോര് കറി കൂടെ വയ്ക്കണം, എന്നിട്ട് വേണം അവർക്ക് ഇതിൻ്റെ കൂടെ മോര് കറി വേണം. മോര് തേങ്ങ അരച്ച് നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ, മോര് കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് വറുത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാൻ പറ്റാത്തത്. ഇന്നലെ വൈകിട്ടും വന്നിട്ടില്ല ഞാൻ ലൈവിൽ. അതുകൊണ്ട് ഇന്നും വരാൻ പറ്റിയില്ല. വൈകിട്ടും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകിട്ട് ഒരു സ്ഥലം വരെ പുറത്തേക്ക് പോവും. അതുകൊണ്ട് എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ അവർ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആവും. ഞാൻ നേരത്തെ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ലൈവിൽ വന്നിരിക്കാറുണ്ട്. അല്ലാതെ എപ്പോഴും ലൈവ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അടുക്കളയിൽ തിരക്കാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബീഫ് വളർത്തിയത്. അത് കഴിഞ്ഞിട്ട് മോര് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീൻ കറി, വറുത്തരച്ച കറി കുറച്ച് ഇരിപ്പുണ്ട്. പപ്പടം കാച്ചിട്ടുണ്ട്. പിന്നെ മരച്ചീനി എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ, വറ്റലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം മരച്ചീനി വറ്റൽ റെഡിയാക്കി എടുക്കാൻ. ഇതിനിടയ്ക്ക് കൂടെ പിള്ളേർ പോപ്കോണും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. അതിനും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. പിള്ളേർ വീട്ടിലുള്ളപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്നാക്സ് വേണം. വീട്ടിലുണ്ടാക്കുന്നതാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. പോപ്കോൺ കടയിൽ നിന്ന് പാക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. കുക്കറിലിട്ടിട്ട് പോപ്കോൺ വറുത്തെടുക്കാമല്ലോ. ഇങ്ങനെ കുക്കറിൽ ഇടുമ്പോൾ നല്ലോണം പൊട്ടി റെഡിയായിട്ട് വരുമല്ലോ. കടയിൽ നിന്ന് റെഡിയാക്കി വെച്ചേക്കുന്ന പോപ്കോൺ വാങ്ങിക്കില്ല അവർക്ക്. അതുകൊണ്ട് ഇന്നും ലൈവിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയാൻ മറന്നു കേട്ടോ. എന്താ പറയുക, ഭയങ്കര തിരക്കാണ്. മക്കൾ വീട്ടിലുണ്ടെങ്കിൽ തിരക്കാണ്. ഇനി വൈകിട്ട് ചിലപ്പോൾ അവരുടെ കൂടെ പുറത്ത് പോകാനുള്ള പ്ലാനുണ്ട്. പോയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ലൈവിൽ വരും. എന്താ ചെയ്യുക, ലൈവായിട്ട് ഞാനിത് ലൈവായിട്ട് എടുത്തില്ല കേട്ടോ. വീഡിയോ ആയിട്ട് ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യേ, തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ഒന്നാമത് തന്നെ ഇതണ്ട, കണ്ടില്ലേ കരിഞ്ഞിരിക്കണ നല്ലോണം അവിടെ ഇങ്ങനെ വളർത്തി കിട്ടണം. പക്ഷേ ഞാൻ പറഞ്ഞ ഇതിൽ തേങ്ങ കഷ്ണങ്ങളാക്കി ഇടാൻ മറന്നു കേട്ടോ. അത് മാത്രം ഇതിലൊരു കുറവുണ്ട്, ചേർത്തില്ല, മറന്നുപോയി. രാവിലെ തന്നെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അവരുടെ കൂടെ, ഞാൻ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മക്കളുടെ കൂടെ സമയം പോകുന്നതൊന്നും അറിയില്ല നമുക്ക്. അങ്ങനെ നല്ല വൈകിട്ട് ലൈവ് വന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല. വൈകിട്ട് പറ്റുമെങ്കിൽ ലൈവിൽ വരും. അതല്ല ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ലൈവിൽ വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലർ പുറത്ത് പോകുന്നുണ്ടാവും. അതുപോലെ നമ്മൾ പുറത്ത് പോകാനായിട്ട് ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും. അങ്ങനെ വീട്ടിലുണ്ട്. സമയം കിട്ടിയാൽ ചിലപ്പോൾ വൈകിട്ട് 4 മണി ലൈവിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്
ഞാൻ പറഞ്ഞു ശനി ഞായർ നല്ല എനിക്ക് തിരക്കായിരിക്കും. എന്തെങ്കിലും അടുക്കളയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവരിങ്ങനെ അടുക്കളയിലൊന്ന് അപ്പുറത്തിപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നത് ശബ്ദം, അപ്പോൾ ശബ്ദം കേൾക്കണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അങ്ങനെ മിണ്ടാതിരിപ്പുണ്ട്. രണ്ടാളും കൂടെ അപ്പുറത്തിപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് വളർത്തിയതും പിന്നീട് മോര് കറിയും കൂടെ വയ്ക്കണം. പപ്പടം കാച്ചി റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് മർച്ചീനി ഇങ്ങനെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മർച്ചീനി വറ്റലുണ്ടാക്കണം. അത് വൈകിട്ടത്തേക്ക് ചായയുടെ കൂടെ എടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ടപ്പാൽ ഇങ്ങനെ വറുത്തുണ്ടാക്കിയിട്ട് ഒരു കവറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തണുക്കാതിരിക്കുമാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്നറിയില്ല. വൈകിട്ട് പറ്റുമെങ്കിൽ ലൈവിൽ വരും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി. ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ടെന്ന്. നാളെ എന്തായാലും ലൈവിലുണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഫേസ് കാണിക്കാണ്ട് അടുക്കളയിൽ തിരക്കാണെന്ന് പറഞ്ഞ് ലൈവ് ഇടുന്നത് അത്രയ്ക്ക് ശരിയല്ല. എനിക്ക് ശരിയല്ല. വേറെ ആരെയും പറയുന്നില്ല കേട്ടോ. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ ലൈവിലിരുന്നുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതൊന്നും അറിയില്ല. മറ്റേത് നമ്മളെന്തെങ്കിലും അടുക്കളയിൽ ഇളക്കിക്കൊണ്ടിരിക്കും, ഡവി വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ നമുക്ക് കമൻ്റ് ഇടുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ. അപ്പോൾ ആരൊക്കെ ലൈവിൽ വരുന്നത് പോകുന്നത് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇല്ലേ, കണ്ട ഇങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇളക്കി എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ. നല്ലോണം നോമ്പറിയില്ല, നല്ലോണം കരക്കട്ടെ എന്ന് കൈ വേദനിക്കുന്നുണ്ടേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ. തീരെ വലിയ കഷ്ണമല്ല കേട്ടോ. ഓരോരിങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മതി അവർക്ക്. വലുപ്പത്തിലൊക്കെ കഷ്ണമായിട്ട് അവർക്ക് പറയും വന്നിട്ടില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് കാണുന്നത്. ഞാൻ പുറത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ചുമക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് വെച്ചുകൊണ്ടല്ല ചുമ, അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചുമച്ചത് കേട്ടോ. ചിലർ ചോദിക്കും അടുപ്പത്ത് വെച്ചുകൊണ്ട് ചുമക്കുന്നത് പറയും. അല്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചുമച്ചത്. ഓക്കെ, അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മർച്ചിനി വറ്റലും കൂടെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം. ഇങ്ങനെ ഇന്ന് തിരക്കില്ല ദിവസമായിപ്പോയി. ഇന്നും ഇന്നലെയും ടൈം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ലൈവിൽ വരാത്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇങ്ങനെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച്. ഓക്കെ, ബൈ. നാളെ ലൈവിൽ ഉച്ചയ്ക്ക് 12 വൈകിട്ട് 4 മണിക്കും കാണാം. ഓക്കെ, ബൈ.